അതിപ്രശസ്തനായ ഒരു പിതാവിൻ്റെ സഹസ്ര കോടികളുടെ ആസ്തിക്കിനടുവിൽ ജനിച്ചു വളർന്ന ഒരു യുവാവിന് ഇങ്ങനെ ജീവിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നതാണ് ഇന്ന് GPS മീഡിയ അന്വേഷിക്കുന്നത്. പക്ഷേ പ്രണവെന്ന ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെയും ജീവിക്കാനാകുമെന്ന് തെളിയിച്ചത് തൻ്റെ സ്വന്തം ജീവിതം കൊണ്ടാണ്. താരപുത്രന്മാർ തങ്ങളുടെ പിതാക്കന്മാർക്ക് ലഭിച്ച സ്വപ്നതുല്യമായ പ്രശസ്തിയുടെ പിന്തുടർച്ചാ അവകാശത്തിനായി മത്സരിക്കുമ്പോൾ പ്രണവ് എല്ലാറ്റിൽ നിന്നും മാറി നിൽക്കുന്ന കാഴ്ച മലയാളികൾക്ക് അത്ഭുതം തന്നെയാണ്. സിനിമയെന്നല്ല കണ്ണഞ്ചിപ്പിക്കുന്ന ഒന്നും തന്നെ അദ്ദേഹത്തിന് മനസ്സിലില്ല. ഒരു അവധൂതനെ പോലെ അജ്ഞാത ദേശങ്ങളിലൂടെ അലഞ്ഞു നടക്കുക, അങ്ങനെ ലോകത്തോടൊപ്പം അവനവനെ തന്നെ കണ്ടെത്തുക. അപൂർവങ്ങളിൽ അപൂർവമായ ചിന്താധാരയുടെ ഉടമയാണ് പ്രണവ്. വീട്ടിൽ കാരവാൻ അടക്കം ആഡംബര വാഹനങ്ങളുടെ വൻ ശേഖരം തന്നെ ഉണ്ടായിട്ടും ബസ്സിലും ട്രെയിനിലും ജനറൽ കമ്പാർട്ട്മെന്റിലും യാത്ര ചെയ്യുക. സ്റ്റാർ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ വിശക്കുമ്പോൾ അപ്പോൾ കാണുന്ന സാധാ ഹോട്ടലുകളിലും തട്ടുകടലുകളും കയറി കഴിക്കുക. വീട്ടിൽ കോടാനുകോടികൾ കുമിഞ്ഞു കിടക്കുമ്പോൾ അതിൽ നിന്നും നയാ പൈസ എടുക്കാതെ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് നിത്യവൃത്തി കഴിക്കുക. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ സെറ്റിൽ പ്രണവ് അച്ഛനെ കാണാൻ ഒരു സാധാരണക്കാരനെ പോലെ വന്നു നിന്നു. സെക്യൂരിറ്റി പ്രണവിനെ തടഞ്ഞു. എത്ര പറഞ്ഞിട്ടും സെക്യൂരിറ്റി അദ്ദേഹത്തെ അകത്തേക്ക് കടത്തിയില്ല. ആരെ കാണണമെന്ന് സെക്യൂരിറ്റിക്കാരൻ ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛനെയാണ് കാണേണ്ടതെന്ന് പ്രണവ് ഒരു ചെറുചെറിയോടെ പറഞ്ഞു. തിരിച്ചു പോയിക്കൊള്ളൂ, കാണാൻ പറ്റില്ല എന്ന് സെക്യൂരിറ്റിക്കാരൻ ആവർത്തിച്ച് പറഞ്ഞപ്പോഴും മറുത്തൊന്നും പറയാതെ പ്രണവ് അവിടെ ഗേറ്റിൽ കാത്തുനിന്നു. മദ്യവും കഞ്ചാവും ഉപയോഗിച്ചില്ലെങ്കിൽ എന്തു യുവത്വം എന്ന് ചിന്തിക്കുന്നവർക്കിടയിൽ യാത്രയാണ് തൻ്റെ ലഹരി എന്ന് പറഞ്ഞും പ്രണവ് മാതൃകയായി നിൽക്കുന്ന കാഴ്ച മലയാളിക്ക് അത്ഭുതം തന്നെയാണ്. ഇതൊന്നും വിളിച്ചു പറഞ്ഞ് കേമത്തം നടിക്കാൻ അയാൾ തയ്യാറല്ല. ആരെയും ബോധ്യപ്പെടുത്താനല്ല അയാൾ തൻ്റെ ജീവിതചര്യകൾ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊരു മനുഷ്യനോടും അയാൾ സൗമ്യമായും സ്നേഹത്തോടും ആദരവോടെയും ഇടപഴകുന്നു. ലാളിത്യവും എളിവുമാണ് പ്രണവിൻ്റെ മുഖമുദ്ര. ആരും കാണാത്ത ഇടങ്ങളിലേക്ക് ഏകനായി സഞ്ചരിച്ചും കാണുന്നിടത്ത് കിടന്നുറങ്ങിയും കിട്ടുന്ന ഭക്ഷണം കഴിച്ചും അയാൾ തൻ്റെ സുഖം കണ്ടെത്തി. ചില സമയം അയാളെ അന്വേഷിക്കുമ്പോൾ അയാൾ സ്പെയിനിലെ ഒരു കുഗ്രാമത്തിൽ ആടുമേക്കുന്നുണ്ടാകും. ജിത്തു ജോസഫിൻ്റെ സംവിധാന സഹായിയായി പ്രവർത്തിക്കുമ്പോൾ അയാൾ AC റൂമും ഉയർന്ന സൗകര്യങ്ങളും നിരസിച്ചു. തനിക്കൊപ്പമുള്ളവർക്ക് ലഭിക്കുന്ന പരിമിതമായ സൗകര്യം മാത്രം തനിക്ക് മതിയെന്നും പറഞ്ഞു അയാൾ. പ്രണവും പ്രിയദർശൻ്റെ മകൾ കല്യാണിയും ബാല്യകാല സുഹൃത്തുക്കളാണ്. രണ്ടുപേരുടെയും അടുപ്പം ഏറെ പ്രസിദ്ധവുമാണ്. ഇവർ പ്രണയത്തിലാണെന്നും വിവാഹം കഴിക്കുമെന്നും ഗോസിപ്പ് വീരന്മാർ പല കുറി എഴുതിയപ്പോഴും ഞങ്ങൾ രണ്ടാളും നല്ല സുഹൃത്തുക്കൾ മാത്രമാണ്, അപ്പുവിന് ഞാൻ സഹോദരിയെ പോലെയാണെന്നും കല്യാണി പറഞ്ഞു. അതാണ് ആ ചെറുപ്പക്കാരൻ്റെ വ്യക്തിത്വം. ആഡംബരങ്ങളും ആർഭാടങ്ങളും സമ്പന്നതയും പദവികളും പ്രശസ്തിയും ഒന്നും പ്രണവിനെ മോഹിപ്പിക്കുന്നേയില്ല. അടിസ്ഥാനപരമായി അതിലൊന്നും അർത്ഥമില്ലെന്ന് വളരെ ചെറുപ്പത്തിലേ തിരിച്ചറിഞ്ഞ ഒരാൾ. ലാളിത്യം കൊണ്ട് മറ്റുള്ളവരെ തന്നിലേക്ക് അടുപ്പിക്കുന്ന ഒരു അവധൂതൻ. അതാണ് പ്രണവ് മോഹൻലാൽ എന്ന ചെറുപ്പക്കാരൻ.